ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് മെയിൻസ് പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ മെയിൻസ് പഠിച്ചു തുടങ്ങുക എന്നുള്ളത്. അപ്പോൾ ഞാൻ കരുതി പെട്ടെന്ന് അതൊരു വീഡിയോ ആക്കി ഇടാന്ന്, കാരണം നമുക്കിനി അധികം സമയമില്ലല്ലോ. അതുപോലെ തന്നെ ചിലർക്കുള്ളൊരു ഡൗട്ടാണ് കേട്ടോ, IBPS ക്ലർക്കിനും SBI ക്ലർക്കിനും പ്രിലിംസ് എക്സാമിന് അറ്റംപ്റ്റ് കുറവാണ്, അല്ലെങ്കിൽ ഒരു 60 മുതൽ 70-75 അറ്റംപ്റ്റൊക്കെ കൊടുത്തിട്ടുള്ളൂ, ഇനി മെയിൻസിന് പഠിക്കണമെന്ന് ഡൗട്ടായിട്ടിരിക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾ മെയിൻസിന് പഠിക്കാൻ തന്നെ പറയുള്ളൂ. കാരണം നമ്മുടെ മാക്സിമം നമ്മൾ ആ ഒരു എക്സാമിന് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ആ കഴിഞ്ഞു പോയ എക്സാം ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല. ഇനി റിസൾട്ട് വരുമ്പോൾ നമുക്ക് നോക്കാം. പിന്നെ മാത്രമല്ല, നമുക്ക് RRBയുടെ എക്സാംസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനുള്ള മെയിൻസ് നമുക്ക് നോക്കണം. മെയിൻസും പ്രിലിംസും എല്ലാ ബാങ്ക് എക്സാമിൻ്റെ സിലബസ് സെയിം ആണ്. അപ്പോൾ നമ്മൾ ഒരു മെയിൻസ് എക്സാം പഠിക്കുന്നത് കൊണ്ട് തന്നെ അടുത്തടുത്ത് കുറേ മെയിൻസ് വരുമ്പോൾ അതെല്ലാം നമുക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ആദ്യം ഒരു ബിഗിനർ ലെവലിൽ നിന്ന് മെയിൻസ് എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് SBI ക്ലർക്കിൻ്റെയും IBPS ക്ലർക്കിൻ്റെയും പ്രിലിംസ് ആണ് കഴിഞ്ഞതല്ലേ. അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ മെയിൻസ് ആയിരിക്കും എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. RRB ഉണ്ട്, എന്നാൽ പോലും RRBയുടെ പ്രിലിംസ് പോലും നമുക്ക് വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ മൈൻഡിൽ SBI ക്ലർക്കും IBPS ക്ലർക്കും രണ്ടിൻ്റെ മെയിൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ SBI ക്ലർക്കിൻ്റെ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ യൂട്യൂബിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഓഫ് SBI ക്ലർക്ക് മെയിൻസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് യൂട്യൂബ് വീഡിയോസ് വരും. അതിൽ ഞാൻ കൂടുതലായിട്ട് നോക്കുന്ന യൂട്യൂബ് ചാനൽസ് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എസ്പെഷ്യലി ഓരോ സെക്ഷനായിട്ട് ഏതൊക്കെ ചാനലാണ് ഞാൻ നോക്കുന്നതെന്ന് പറയാം. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ചാനൽസ് അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കാം കേട്ടോ. ഇതിൽ ഞാൻ ഫോളോ ചെയ്യുന്ന യൂട്യൂബ് ചാനലാണ് ഞാനിതിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ചാനൽസിലൊക്കെ നല്ല ക്വാളിറ്റി കണ്ടൻറ്റുകളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വാണ്ടിന് ഞാൻ സ്റ്റഡിഫൈഡ് ബൈ ആശിഷ് അരോര, ഓൾമോസ്റ്റ് കുറേ കുട്ടികൾ കാണുന്ന ഒരു ചാനലാണ് ഈ ഒരു സ്റ്റഡിഫൈഡ്. അതുപോലെ തന്നെ ലേണിംഗ് ക്യാപ്സ്യൂൾസ്, ഹർഷൽ അഗർവാൾ, അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ, പിന്നെ കാരിയർ ഡിഫൈനർ, ഈ ഒരു 3 യൂട്യൂബ് ചാനലാണ് ഞാൻ കോണ്ടിന് കാണുന്നത്. ഇതെല്ലാം ഹിന്ദിയാണ്, പക്ഷേ ക്വസ്റ്റ്യൻസ് എല്ലാം ഇംഗ്ലീഷിലാണ് കൊടുത്തിട്ടുണ്ടാവുന്നത്. നമുക്ക് കാണുമ്പോഴത്തേക്കും മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ യൂട്യൂബ് വീഡിയോ കാണുന്നത് കൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു PDF എടുത്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും, ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നുള്ളത്. ഇംഗ്ലീഷൊന്നും പസിലും കുഴപ്പമില്ല, അത് നമുക്ക് ഇംഗ്ലീഷൊക്കെ ഓരോ റൂൾ ബേസ്ഡ് അല്ലേ. അതുപോലെ തന്നെ നമുക്ക് പസിലായാലും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നമ്മൾ ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ്. കോണ്ടിനൊക്കെ ഓരോ മെത്തേഡുണ്ട് നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതുപോലെ യൂട്യൂബ് ചാനൽ നോക്കുകയെന്നുണ്ടെങ്കിലേ നമുക്കത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്ന ഒരു മെത്തേഡ് കിട്ടും. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് റീസണിങ്ങിനാണെങ്കിൽ ഞാൻ കാണുന്ന യൂട്യൂബ് ചാനലാണ് ബാങ്കിങ് ക്രോണിക്കിൾസ് കേട്ടോ. ബാങ്കിങ് ക്രോണിക്കിൾസിൽ അങ്കുഷ് ലംബ സാറിൻ്റെ കുറേ മെയിൻസ് പസിൽസ് ഉണ്ട്. അപ്പോൾ മെയിൻസ് ലെവലുള്ള പസിലൊക്കെ നമുക്ക് കുറച്ചൊന്ന് സ്പീഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള പസിൽസൊക്കെ ചെയ്ത് തന്നെ നമ്മൾ നോക്കണം. പിന്നെ ആർട്ട് ഓഫ് റീസണിങ് എന്ന് പറയുന്ന വേറൊരു യൂട്യൂബ് ചാനൽ, അതിനകത്ത് മെയിൻസ് ലെവൽ ക്രിട്ടിക്കൽ റീസണിങ് എല്ലാം കവർ ചെയ്യുന്നൊരു ചാനലാണ്. അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷിൽ ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്നത് നിമിഷ ബെൻസാൽ മാമിൻ്റെ യൂട്യൂബ് ചാനലും, അതുപോലെ തന്നെ ലേണിംഗ് ക്യാപ്സ്യൂൾസിനകത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞ ലേണിംഗ് ക്യാപ്സ്യൂൾസിനകത്ത് ആ ഒരു യൂട്യൂബ് ചാനലിനകത്ത് തന്നെ വരുൺ ചിത്ര എന്ന് പറയുന്ന ഒരു സാറുണ്ട്. അവരും പ്രീവിയസ് ഇയറിലെ മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ്, അതായത് ലാസ്റ്റ് ഇയർ ചോദിച്ച എക്സാക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊണ്ടുവന്ന് നമുക്ക് സോൾവ് ചെയ്തൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കറണ്ട് അഫയേഴ്സ് ഞാൻ ഫോളോ ചെയ്യുന്നത് സ്മാർട്ട് കീഡ PDF ആണ് കേട്ടോ. സ്മാർട്ട് കീഡ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതേ സ്മാർട്ട് കീഡയുടെ മോക്ക് ഡ്രിൽസ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. നിങ്ങൾ അഫയേഴ്സ് ക്ലൗഡിൻ്റെ PDFs ആണോ, ഡെയിലി ആണോ അല്ലെങ്കിൽ വീക്ക്ലി ആണോ, നിങ്ങൾക്ക് ഏതാണോ പഠിക്കാൻ എളുപ്പം ആ ഒരു ഇതെടുത്ത് വെച്ചിട്ട് PDF പഠിക്കുക കേട്ടോ. ഞാൻ വീക്ക്ലി ആണ് നോക്കുന്നത്. ഡെയിലി നോക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സമയം കിട്ടില്ല. അപ്പോൾ ഞാൻ വീക്ക്ലി പഠിക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടി ഇതായിട്ട് തോന്നിയത്. അപ്പോൾ ഞാൻ സ്മാർട്ട് കീഡയുടെ വീക്ക്ലി PDF ആണ് പഠിക്കുന്നത്. നിങ്ങൾക്കും ഇതുപോലെ PDFs ഒക്കെ വേണമെങ്കിലില്ലേ, ഞാനാണെങ്കിൽ കമൻറ്റിൽ ഒരു ടെലഗ്രാം ചാനൽ പിൻ ചെയ്ത് വെച്ചേക്കാം. എൻ്റെ ടെലഗ്രാം ചാനലാണ് കേട്ടോ. അതിനകത്ത് ഞാൻ ഡെയിലി എഡിറ്റോറിയൽസും കറണ്ട് അഫയേഴ്സിൻ്റെ PDFs ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. പിന്നെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് കയറിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനിതുപോലെ PDFs ഒക്കെ അതിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. പിന്നെ ഇനി ഇതല്ലാതെ ചിലർക്ക് യൂട്യൂബ് വീഡിയോസ് ഉണ്ടല്ലോ, കറണ്ട് അഫയേഴ്സിന് തന്നെ യൂട്യൂബ് വീഡിയോസ് നോക്കിയാണ് പഠിക്കുന്നത്. അതാണ് കൺവീനിയൻ്റ് എങ്കിൽ, അതാണ് കുറച്ചുകൂടി എളുപ്പമെന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്താൽ മതി കേട്ടോ. കറണ്ട് അഫയേഴ്സ് ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, ഏത് നിങ്ങൾ ഫോളോ ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നോക്കാം. പിന്നെ ഇതല്ലാതെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് PDF ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അതെടുത്ത് സോൾവ് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ യൂട്യൂബ് വീഡിയോയിൽ നോക്കുന്നതിൻ്റെ പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്വാണ്ടൊക്കെ ഏത് മെത്തേഡ് എങ്ങനെ ചെയ്യുന്ന നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും എന്നുള്ളത്
എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും ആ ഒരു വീഡിയോ കാണുമ്പോൾ. നമ്മുടെ റീസണിങ് പസിൽസൊക്കെ ആണെങ്കിൽ നിങ്ങൾ PDF തന്നെ സോൾവ് ചെയ്താൽ മതി. അതുപോലെ ഇംഗ്ലീഷ് ആയാലും നമ്മൾ യൂട്യൂബ് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഓരോ റൂൾസ് ഉണ്ടല്ലോ, അവിടെ ഓരോ പ്രപ്പോസിഷൻ, ഫിക്സഡ് പ്രപ്പോസിഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് വീഡിയോസിൻ്റെ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും അവരിങ്ങനെ നമുക്ക് പറഞ്ഞു തന്നു പോകും. അപ്പം അത് നമ്മുടെ മൈൻഡിൽ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്ഷണൽ മോക്ക്, മെയിൻസിനുള്ള സെക്ഷണൽ മോക്ക്. ഇപ്പോൾ നിങ്ങൾ ഏത് മോക്ക് ആപ്പാണോ യൂസ് ചെയ്യുന്നത്, ടെക്സ്റ്റ് ബുക്കാണോ, ഗൈഡ്ലി ആണോ, അല്ലെങ്കിൽ ഒലിവ് ബോർഡാണോ, ഏതാണോ നിങ്ങൾ മോക്ക് ആപ്പ് യൂസ് ചെയ്യുന്നത്, അതിനകത്ത് പ്രീവിയസ് ഇയർ, ലാസ്റ്റ് ഇയറിലെ മെയിൻസ് മോക്ക് കിടപ്പുണ്ടാവും. ഏത് എക്സാമിൻ്റെയാണ്, ഇപ്പോൾ SBI ക്ലർക്കിൻ്റെ ആണോ, IBS ക്ലർക്ക് മെയിൻസിൻ്റെ ആണോ, പ്രീവിയസ് ഇയറിലെ മോക്ക് ഉണ്ടാവും, മെയിൻസ് മോക്ക് ഉണ്ടാവും. അത് വെറുതെ ഒന്ന് എടുത്ത് നോക്കുക. പിന്നെ അതുപോലെ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഫുൾ ലെങ്ത് മോക്ക് എടുക്കുക കേട്ടോ. ഒരു ഫുൾ ലെങ്ത് മോക്ക് എടുത്ത് അതിൻ്റെ പറ്റുമെങ്കിൽ അന്ന് അനാലിസിസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാതെ, അല്ലെങ്കിൽ അടുത്ത ദിവസം അതിൻ്റെ അനാലിസിസ് ഫുള്ളായിട്ട് നോക്കുക. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മെയിൻസ് ലെവലിൽ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, മെയിൻസ് ലെവലിൽ നമ്മൾ എത്രത്തോളം പ്രിപ്പയർഡ് ആണെന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മനസ്സിലാവും. പിന്നെ ഇനി നമുക്ക് വീക്കായിട്ടുള്ള ഏതെങ്കിലും ഒരു സെക്ഷൻ ഉണ്ടെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് ഇംഗ്ലീഷാണ് വീക്കായിട്ടുള്ള ഒരു സെക്ഷൻ. അപ്പോൾ നമുക്ക് വീക്കായിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ടെങ്കിൽ ആ ഒരു സെക്ഷൻ ഡെയിലി നോക്കുക. ഇപ്പോൾ ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ ഡെയിലി ഇംഗ്ലീഷ് നമ്മൾ നോക്കണം. അതുപോലെ ഞാൻ പഠിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ഞാൻ ഇംഗ്ലീഷ് നോക്കും. കാരണം എനിക്കത് വീക്കായിട്ടുള്ള സെക്ഷൻ ആയതുകൊണ്ട് ഡെയിലി ഇംഗ്ലീഷ് ഇപ്പോൾ എഡിറ്റോറിയൽ വായിക്കും, വൊക്കാബുലറി റീഡ് ചെയ്യും, അങ്ങനെ ഞാൻ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ മെയിൻസ് ലെവലിലുള്ള ഇംഗ്ലീഷ് കുറച്ച് യൂട്യൂബ് വീഡിയോ ആണെങ്കിൽ അങ്ങനെ നോക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൻ്റെ മെയിൻ സെക്ഷനിൽ മോക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ അതെടുക്കും. പിന്നെ അൾട്ടർനേറ്റീവ് ഡിവിസിൽ ഇപ്പോൾ ഒരു ദിവസം ഇംഗ്ലീഷും ക്വാണ്ടും ആണ് നോക്കുന്നതെങ്കിൽ അടുത്ത ദിവസം ഇംഗ്ലീഷും റീസണിങ്ങും ആണ്. പിന്നെ കറണ്ട് അഫെയർസ്, വീക്ക്ലി PDFs ഡെയിലി കുറച്ച് ഇങ്ങനെ വായിച്ച് വെക്കും. അങ്ങനെയാണ് ഞാനിപ്പോൾ ഡെയിലി പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ മെയിൻസിന് ഡെയിലി ഏതൊക്കെ സെക്ഷൻ വെച്ച് നോക്കണമെന്നൊരു പ്ലാൻ ഉണ്ടാക്കി വെക്കുക കേട്ടോ. പിന്നെ ബിഗിനേഴ്സ് ലെവലിലുള്ള കുറേ കുട്ടികളുണ്ടല്ലോ, ഇപ്പോൾ പ്രിലിംസ് തുടങ്ങി വരുന്ന കുട്ടികൾ, അവർ 2 ദിവസം കൂടുമ്പോൾ ഓരോ മോക്ക് വീതം, പ്രിലിംസിൻ്റെ RRB PO ക്ലർക്കാണ് ഇന്ന് നമുക്ക് പ്രിലിംസ് ആയിട്ട് വരാനുള്ളതല്ലേ, അപ്പോൾ അതിൻ്റെ ഓരോ മോക്ക് വീതം എടുത്തിട്ട് ബാക്കി സമയം അനാലിസിസും കഴിഞ്ഞ് ബാക്കി സമയം മെയിൻസിന് വേണ്ടി നോക്കുക. നമ്മൾ പ്രിലിംസ് ക്ലിയർ ആവുന്ന അത്ര ഈസി അല്ല നമുക്ക് മെയിൻസ് ക്ലിയർ ആവുക എന്നുള്ളത്. അതുകൊണ്ട് ഇപ്പോഴും മെയിൻസ് നോക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ മെയിൻസ് പഠിച്ച് തുടങ്ങണം. കാരണം നമ്മൾക്ക് ഇനി സമയം ഉണ്ടാവില്ല. പ്രിലിംസ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറച്ച് സമയം മെയിൻസിന് വേണ്ടി ഉണ്ടാവുള്ളൂ. ഒരു 10-15 കഷ്ടിച്ച് ഒരു 15 ദിവസമൊക്കെ കാണുമായിരിക്കും. ആ സമയം കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കറണ്ട് അഫെയർസ് റിവിഷന് പോലും അത്രയും ദിവസം തികയൂല. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ടെലഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.